ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം ഉൾപ്പെട്ടിരിക്കുന്നത് നാരായണീയം ദശകം 37 മുതൽ 90 ദശകങ്ങളിലായാണ്. നാരായണീയം ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം. സാന്ദ്രാനന്ദതനോഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ ത്വൽകൃത്ത അഭികർമ്മശേഷവശദോ യേദേന യാദാഗതിം തേഷാം ഭൂതലജന്മനാന്തിതി ഭുവാം ഭാരേണ ദൂരാർത്ഥിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. ഭൂമി ദുർജനഭാരം കൊണ്ട് പീഡിതയായിട്ട് സങ്കടമുണർത്തിക്കുവാനായി ബ്രഹ്മാവിനെ സമീപിക്കുന്നു. നിത്യാനന്ദമൂർത്തിയായ മഹാവിഷ്ണു പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങ് നശിപ്പിച്ച അസുരന്മാരുടെ പാപഭാരം അവശേഷിക്കയാൽ മുക്തി ലഭിക്കാതെ അവർ വീണ്ടും പൂജാതരായി. അവരുടെ ഭാരത്താൽ പീഡിപ്പിക്കപ്പെട്ട ഭൂമിദേവി തൻ്റെ സങ്കടമുണർത്തിപ്പാനായി ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ അക്കാര്യനിർവഹണാർത്ഥം മുൻകൂട്ടി അവിടെ എത്തിയിരുന്ന ദേവഗണങ്ങളും ബ്രഹ്മപാദ പൂജ ചെയ്ത് അവിടെ നിന്നിരുന്നു. ഹാഹാ ദുർജന ഭൂരിഭാരമധിതാം പാദോനിധൗ പാദുകാമേതാം പാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപ വിവശാമാലോക്യ ദാതാമഹിം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യൗ ഭവന്തം ഹരേ. ബ്രഹ്മാവ് ഭൂമിദേവിയുടെ ആവലാതി കേട്ട് തന്നിവൃത്തിക്കായിക്കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നു. ഹാ കഷ്ടം! ദുഷ്ടന്മാരുടെ അതിയായ ഭാരം മൂലം അധിതയും പരവശയുമായി സമുദ്രപതനത്തിനൊരുങ്ങുന്ന എന്നെ രക്ഷിക്കണേ. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യഥകളെപ്പറ്റി ഇവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരോട് തന്നെ ചോദിച്ചറിയുക. ഇപ്രകാരം ശോകഭാരത്താൽ രോദനം ചെയ്തുകൊണ്ടിരുന്ന ഭൂമിദേവിയെ കാണുകയും നാലുപാടും നിന്നിരുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നോക്കുകയും ചെയ്ത ബ്രഹ്മാവ് അല്ലയോ ഹരേ, അങ്ങയെ ധ്യാനിച്ചു. ഊജേ ജാംബുജഭൂരമുനയി സുരാ സത്യന്തരിത്ര്യാവജോ നന്യസ്യാ ഭവതാം ചരക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേജവാദിദിയയൂ സാഗന്തവാഗേതനം. ഭക്തന്മാരുടെ സങ്കടങ്ങളെ ഒഴിവാക്കുവാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നു നിശ്ചയിച്ച ബ്രഹ്മാവ് ദേവാദികളോടുകൂടി പാലാഴിയുടെ തീരത്തിലേക്ക് പോയി. കുറേ നേരത്തെ ധ്യാനത്തിനു ശേഷം ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാരെ, ഭൂമിദേവിയുടെ വാക്കുകൾ സത്യമാണ്. എന്നാൽ പാലാഴിവാസിയായ രമാകാന്തന് മാത്രമേ ഇവളെയും നിങ്ങളെയും രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ശ്രീപരമേശ്വരനെ മുന്നടത്തിച്ച് നാം അവിടെ ചെന്ന് കൃപാനിധിയായ ഭഗവാനെ നമസ്കരിച്ചു സ്തുതിക്കയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പാലാഴി തീരത്തിലേക്ക് പുറപ്പെട്ടു.
തേ മുക്താ നിലശാലി ദുഗ്ധജലദേ സ്ഥിരം ഗതാ സംഗതാ യാവൽ ത്വൽപദചിന്തനൈക മനസാസ്താവൽ സപാദോ ജഭു ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്യൂ ജീവാനാഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാക്യർണ്യതാം. ഭഗവദ്ധ്യാനത്തിൽ നിമഗ്നനായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ അരുളിപ്പാടുകൾ തെളിഞ്ഞു കേട്ടു. മനം തെളിഞ്ഞ ഇളങ്കാറ്റേറ്റു ശോഭിക്കുന്ന ക്ഷീരസാഗര തീരത്തിലെത്തിയ ദേവസമൂഹം ഭഗവാന്റെ പാദപങ്കജം ധ്യാനിച്ചു കൊണ്ടിരിക്കവേ ഭഗവാന്റെ അരുളിപ്പാട് അന്ധക്കരണത്തിൽ കേട്ടറിഞ്ഞ ബ്രഹ്മാവ് എല്ലാവരിലും ആനന്ദം വളർത്തിക്കൊണ്ടു പറഞ്ഞു, ദേവന്മാരെ, പരമാത്മാവിൻ്റെ വാക്യം ഞാൻ കേട്ടിരിക്കുന്നു, അതു നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. ജാനേ ദീനദശാമഹം ദിവശതാം ഭൂമേശ്ച ഭീമൈർനൃപൈസ്തൽക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശാവനൗ മത്സ്യേവാർത്ഥമിതി ത്വദീയവചനം ഭാതോജഭൂരുചിവാൻ. ബ്രഹ്മാവ് ഹൃദയത്തിൽ ശ്രവിച്ച ഭഗവാന്റെ അരുളിപ്പാടെന്തെന്ന് ദേവന്മാരെ അറിയിക്കുന്നു. ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ പാതകങ്ങൾ മൂലം ഭൂമിദേവിക്കും ദേവന്മാർക്കും നേരിട്ടിരിക്കുന്ന ദീനദശ ഞാൻ നന്നായി ഗ്രഹിച്ചിരിക്കുന്നു. അവരെ നിഗ്രഹിക്കുന്നതിനായി ഞാൻ യാദവ വംശത്തിൽ പൂർണ്ണകലയോടുകൂടി ജനിക്കുന്നുണ്ട്. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സേവിക്കാനായി സ്വഅംശങ്ങൾ കൊണ്ട് ആ വംശത്തിൽ തന്നെ ജനിക്കണം. ഇപ്രകാരമുള്ള അങ്ങയുടെ കൽപ്പന ബ്രഹ്മാവ് ദേവന്മാരെ അറിയിച്ചു. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിതസ്വാന്ദേഷീശ ഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവൽ സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസശൂരാത്മജ. ദേവന്മാർ സമാധാനചിത്തരായി മടങ്ങിപ്പോവുകയും വസുദേവൻ ദേവകിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. കർണാമൃതം പോലുള്ളതും ചൈതന്യം പ്രദാനം ചെയ്യുന്നതുമായ ഭവദ്വചസ്സുകൾ കേട്ട് ദേവന്മാരെല്ലാം സംതൃപ്തരും ശാന്തചിത്തരുമായി മടങ്ങിപ്പോയി. അങ്ങയുടെ സാന്നിധ്യം മൂലം പരിഭൂതമാക്കപ്പെട്ട മധുരാനഗരത്തിലെ ശൂരപുത്രനായ വസുദേവൻ ധന്യയും സാധ്യയുമായ ദേവകിയെ പരിണയിച്ചു. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോദസമ്മാനയന്നേതൗ സൂതദയാഗതഃ പതിരഥേ വ്യോമോദ്ധയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിതുഷ്ടമഷ്ടമസുധോ ഹന്തേരി ഹന്തേരിദ സന്ത്രാസാൽ സദുഹന്തു മന്ദിഗഗദാം തന്നീം കൃപാണീമഥാൽ. കംസൻ അശരീരിവാക്യം കേട്ട് ഭഗിനിയെ കൊല്ലുവാൻ ഉദ്യമിക്കുന്നു. വിവാഹാനന്തരം ഭഗ്നിയോടുകൂടി സ്വഗൃഹത്തിലേക്കു തിരിച്ച വസുദേവന്റെ രഥം നടത്തിയത് ആദര പ്രചോദിതനായ കംസൻ തന്നെയായിരുന്നു. വഴിക്കുവെച്ച്, ഹേ ദുഷ്ട, നീ തന്നെ സാരഥ്യം വഹിക്കുന്ന രഥത്തിൽ ആസനസ്ഥയായിരിക്കുന്ന ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ സംഹരിക്കും എന്ന ഭഗവത് ഇച്ഛ മൂലമുണ്ടായ അശരീരി കേട്ടപ്പോൾ ഭയചകിതനായ കംസൻ അരികിലിരിക്കുന്ന ആ ധന്യയെ നിഗ്രഹിക്കാൻ വാളെടുത്തു. ഗൃഹ്ണാനാചിഗുരേഷു താം ഖലമതി ശൗരേശിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനരാത്മചാർപ്പണഗിരാ പ്രീതോദയാധോ ഗൃഹാൻ ആദ്യം ത്വൽസഹജം തദർപ്പിതമഭി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമഭി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ ഗദാ. കംസൻ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് കൊല്ലുവാനൊരുങ്ങുന്നു. വസുദേവന്റെ സാന്ത്വനോക്തികളാലും
ദേവകിയിൽ ജനിക്കുന്ന പുത്രന്മാരെ എല്ലാം സമർപ്പിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയാലും കംസൻ വധോദ്യമത്തിൽ നിന്ന് വിരമിക്കുന്നു. കരാറുപ്രകാരം ആദ്യത്തെ പുത്രനെ സമർപ്പിച്ചുവെങ്കിലും സ്നേഹം നിമിത്തം കൊല്ലാതെ വിടുന്നു. ദേവകീദേവിയുടെ തലമുടിക്ക് പിടിച്ച് നിഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഖലബുദ്ധിയായ കംസൻ വസുദേവന്റെ സാന്ത്വനവചസ്സുകൾ കേട്ടിട്ടും ശാന്തനായില്ല. ദേവകി പ്രസവിക്കുന്ന എല്ലാ പുത്രന്മാരെയും സമർപ്പിക്കാമെന്ന് വസുദേവന്റെ ശപഥം കേട്ട് അവൻ സംതൃപ്തനായി. എങ്കിലും ഭഗവാനെ, അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനെ സ്നേഹം മൂലം അവൻ നിഗ്രഹിക്കാതിരുന്നത് ദുഷ്ടന്മാരിലും ചിലപ്പോൾ കാരുണ്യമുണ്ടാകാറുള്ളതുകൊണ്ടാണ്. താവൽ ത്വന്മനസൈവ നാരദമുനി പ്രോചേ സഭോജേശ്വരം യൂയന്യന്യസുരാസുരാശ്ചയതവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യദൂനദൂദുനതസൗ ശൗരേച്ഛസൂനൂനഹൻ. ഭഗവത് മതമനുസരിച്ചുകൊണ്ടുള്ള നാരദന്റെ ഏഷണി നിമിത്തം കംസൻ യാദവന്മാരെ ഓടിക്കുകയും ദേവകീസുതന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അങ്ങയുടെ രഹസ്യപ്രേരണ മൂലം ത്രിലോകസഞ്ചാരിയായ നാരദമുനി കംസനോട് പറഞ്ഞു, നിങ്ങൾ അസുരന്മാരും യാദവന്മാരും ദേവാംശഭൂതരുമാണെന്നറിയില്ലേ? മായാവിയും ശുഭകാംക്ഷിയുമായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന മൂലം നിന്നെ നിഗ്രഹിക്കാനായി യാദവകുലത്തിൽ ജനിക്കും. ഇതുകേട്ട് പരിഭ്രാന്തനായ കംസൻ യാദവന്മാർക്ക് സ്ഥാനഭ്രംശം വരുത്തുകയും ദേവകീനന്ദനന്മാരെയെല്ലാം വധിക്കുകയും ചെയ്തു. പ്രാപ്തേ സപ്തമഗർഭദാമഹിമദൗ ത്വൽപ്രേരണാത്മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോ സച്ചിൽ സുഖൈകാത്മക ദേവഖ്യാ ജഠരം വിവേശിത വിഭോ സംസ്ഥൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. ഭഗവാന്റെ യോഗമായ ദേവി ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ രോഹിണിയിൽ സംക്രമിപ്പിച്ച് ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങയുടെ മായാപ്രയോഗം നിമിത്തം ദേവകിയുടെ 7ാമത്തെ ഗർഭമായി തീർന്ന ആദിശേഷൻ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് സച്ചിദാനന്ദമൂർത്തിയായ അങ്ങ് ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ചു. ഭക്തജനാനുഗ്രഹാർത്ഥം അങ്ങനെ ചെയ്ത കൃഷ്ണ, ന്റെ എല്ലാ രോഗങ്ങളും മാറ്റി മുക്തിപ്രദായകമായി പരമഭക്തി നൽകണമേ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.